റബ്ബർ ഇതിൻ്റെ മെയിൻ പർപ്പസ് അത് തന്നെയാണ്. ഈ ഷോക്ക്, ജർക്കിംഗ് ഷോക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റബ്ബർ അബ്സോർവ് ചെയ്യും. ഇതിൽ ഏത് അളവിലാണ് ഇത് സൂട്ടബിൾ ആവുന്നത് ആ അളവിന് കറസ്പോണ്ട് ആയിട്ട് ഇവിടെ നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പഴയ വണ്ടികളാണെങ്കിൽ നിങ്ങൾ ഇത് ഇട്ട വിത്തിൻ സെക്കൻഡിന് തന്നെ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ തന്നെ പറയും കാശ് മുതലായി എന്ന് പറയും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇത് കണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിളാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കണ്ടോ, ഇതെന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളെ സസ്പെൻഷനാണ് വാഹനങ്ങളുടെ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളൊരു പച്ച സാധനം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഞാൻ എൻ്റെ വണ്ടിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നിരിക്കുന്നത് പെരുമ്പാവൂരാണ്, എറണാകുളം ജില്ലയിൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്കൊന്ന് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം, വന്നോളൂ. സ്വാഗതം. ഓക്കെ, സാർ വന്നോളൂ. സ്വാഗതം. ഓക്കെ, പേരെന്താ? എൻ്റെ പേര് ജോളി. എൻ്റെ പേര് ആൻ്റണി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഷോറൂമിൻ്റെ പേര് പോപ്പുലർ ട്രേഡ് ലിങ്ക്സ് പെരുമ്പാവൂർ MC റോഡ് പെരുമ്പാവൂർ അല്ലേ? ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഇതുപോലത്തെ ഒരു പല കമ്പനിയുടെയും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായി. അത് കുറച്ചൊക്കെ നല്ലതുണ്ട്, ചിലത് വളരെ മോശമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈ സാറ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഇങ്ങനെ ആന്റണി സാറാണ് മാനുഫാക്ചറർ അല്ലേ? ഞാനാണ് മാനുഫാക്ചറർ. ഞാൻ റബ്ബർ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ തന്നെ ഒരു സ്വന്തം സ്ഥാപനമുണ്ട്, അറേബ്യൻ റബ്ബേഴ്സ്. ഓക്കെ, ഏകദേശം ഒരു 30 വർഷമായിട്ട് ഞാൻ റബ്ബർ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ആളാണ്. പല കമ്പനികൾക്കും ഞാൻ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗൾഫിലേക്ക് ഞാൻ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരാൻ കാരണം നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം പറഞ്ഞാൽ എല്ലാ വർഷത്തിലും ടാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാസം 2 മാസം കഴിയുമ്പോഴേക്കും ഈ ടാർ ചെയ്തതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെയും കുണ്ടുകുഴിയാണ് ഒരവസ്ഥ. പിന്നെ അത് മാത്രമല്ല, റോഡ് നമ്മൾ 1 കിലോമീറ്റർ ഒന്ന് വണ്ടി ഓടിക്കുമ്പോഴേക്കും അതിനകത്ത് ഒരു 4-5 ഹമ്പുകളായി. അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കമ്പനി നടത്തുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് ട്രിപ്പുകൾ എനിക്ക് വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഈ റോഡുകളുടെ അവസ്ഥയും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി ഓടിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് ചെറിയ നടുവേനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ പറ്റി നമുക്ക് ചെറുതായിട്ടൊരു ക്ലൂ മാർക്കറ്റിൽ നിന്ന് കിട്ടുകയും അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ സാധനം ഞാൻ തന്നെ ചെയ്തത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ മോൾഡ് ഉണ്ടാക്കി ഞാൻ തന്നെ ചെയ്യാണ് ചെയ്തത്. ഞാൻ ചെയ്ത് എൻ്റെ വണ്ടിക്ക് തന്നെയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഇട്ടത്. ഇപ്പം എൻ്റെ വണ്ടിക്ക് ഇട്ട് ഏകദേശം 3 വർഷം ഈ വണ്ടിക്ക് തന്നെയാണ് ആദ്യമായിട്ട് ഇട്ടത്. ഒരു 3 വർഷത്തോളമായി. വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്കുള്ളത്. നല്ല വണ്ടി ഓടിക്കാൻ ഇപ്പോൾ പുതിയ വണ്ടീനേക്കാളും ഭയങ്കര സുഖമായിട്ടുണ്ട്. അതുപോലെ നടുവേദനയ്ക്കൊക്കെ ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഈ ഒരു പെരുമ്പാവൂർ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഞാൻ കേരള കൊടുക്കാനുള്ള ഒരു ഡീലർഷിപ്പ് കൊടുക്കാനുള്ള പരിപാടി, ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ? അതിനു വേണ്ടി കോൺടാക്ട് ചെയ്യാം. നമ്പറിൽ കൊടുത്താൽ. ഓക്കെ, ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലും ഇതിപ്പോ ഇങ്ങോട്ട് വന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ അതോ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ ഓരോ സിറ്റിയിലും ഡീലർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിച്ച് അവർ ചെയ്ത് കൊടുക്കും അല്ലേ? അവിടെ ഓൺലൈനിൽ വഴി കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ റിട്ടേൺ എടുത്ത് പിന്നെ അങ്ങോട്ട് കൂടെ അയക്കേണ്ടി വരും. അതെ, ഇത് ഒരു കാറിൽ ചിലപ്പോൾ ഒരേ അളവ് തന്നെ ആയിരിക്കില്ല ഫ്രണ്ടിലും ബാക്കിലും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് മെഷർമെൻറ്റ് നോക്കി ഇതുപോലെ ഗ്യാപ്പ്, സ്പ്രിങ്ങിൻ്റെ ഗ്യാപ്പ് അളന്ന് നോക്കിയിട്ട് അതിൽ മാച്ച് ആവുന്നതാണ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വണ്ടിക്ക് തന്നെ ഒരു ഇന്നോവ ഉണ്ടെങ്കിൽ അതിന് 1-ാം നമ്പറും 2-ാം നമ്പറും വരുന്നതുണ്ട്. ചിലപ്പോൾ 3ഉം 2ഉം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇന്നോവ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓൺ ദ സ്പോട്ടിൽ അളവെടുത്ത് അതിന് മാച്ചാവുന്ന ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ല ഇതിനെപ്പറ്റി കൂടുതൽ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ശരിക്കും നമ്മുടെ വാഹനത്തിന്റെ 4 സസ്പെൻഷനിലും അല്ലേ? ഓരോ പീസ് നമ്മൾ ഇടണം എന്നാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. എന്തൊക്കെയാ ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയാ ഇത് മെയിൻ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഹൈറ്റ് കൂടും. ഏകദേശം 1 ഇഞ്ചോളം ഹൈറ്റ്
കൂടും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ വീടുകളിലേക്കൊക്കെ കയറുമ്പോൾ എന്തെങ്കിലും ഹമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ 1 ഇഞ്ച് ഹൈറ്റ് അങ്ങോട്ട് കൂടി കഴിയുമ്പോൾ നമ്മൾ അടിമുട്ടാത്ത ഒരു രീതിയിൽ വണ്ടി കയറിപ്പോക്കോളും. അത് ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ്. ദെൻ സെക്കൻഡ്, ഇതിൽ ഷോക്കിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. അതായത് ഇതാണ് വണ്ടിയുടെ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, വീലും വണ്ടിയുടെ ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് വണ്ടിയുടെ ഷോക്ക് എന്ന് പറയുന്നത്. വണ്ടി കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ ഈ ഷോക്കിൻ്റെ ടെൻഷൻ ലൂസായി പോകും, ഫ്ലെക്സിബിളാവും. അപ്പോൾ അതിന് ഈ നമ്മുടെ ഈ റബ്ബറിൻ്റെ ഈ ബഫർ ഇട്ട് കഴിയുമ്പോൾ അത് ടെൻഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവും. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള വൈബ്രേഷൻ, റോഡിൽ നിന്ന് കിട്ടുന്ന ജർക്കിയും കാര്യങ്ങളൊക്കെ ഈ റബ്ബർ അബ്സോർബ് ചെയ്യും. റബ്ബർ ഇതിൻ്റെ മെയിൻ പർപ്പസ് അത് തന്നെയാണ്. ഈ ഷോക്ക്, ജർക്കിങ് ഷോക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റബ്ബർ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് വണ്ടിയുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അത് തന്നെയാണ് നമ്മൾക്ക് വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നതിന് ഒരു കാരണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ലാഗിങ് കുറയും. ലാഗിങ് കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നോവ പോലെയുള്ള നീളമുള്ള വണ്ടികളിൽ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം, ബാക്കിലിരിക്കുമ്പോൾ അറിയാം, ഭയങ്കരമായിട്ട് ഒരു വളവ് വീശി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒലച്ചിൽ വരും. അതുപോലെ ഒരു ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് മുന്നുകുത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കുറവ് വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ് കുറച്ചും കൂടി ടെൻഷനായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. പിന്നെ കുറച്ചുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ജർക്കിങ് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആളുകൾക്ക് കംഫർട്ട്നെസ് കൂടും. നമ്മൾ എല്ലാവരും തന്നെ കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾ തൂമ്പെടുത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തൂമ്പല്ല, ഇപ്പോൾ പല മെഷീനറികൾ വന്നു തുടങ്ങി. അത് ആളുകളുടെ കംഫർട്ടിന്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേയും അത് തന്നെ കൂടുതൽ കംഫർട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓടിക്കുന്ന ആളുകൾക്ക് സുഖം, വണ്ടിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് സുഖം. കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കര ഗുണങ്ങളാണ്. എന്താ വെച്ചാൽ ആ ഒരു ടയേർഡ്നെസ് അത് ഉണ്ടാവില്ല. കൂടുതൽ നേരം വണ്ടിയിൽ ഇരുന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഈ ബഫർ ഈ ഷോക്കിന് ഭയങ്കര ലൈഫ് കൂട്ടും. പുതിയ വണ്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാലും പഴയ വണ്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഷോക്കിൻ്റെ ടെൻഷനും കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് ഒരു കൂടുതൽ ഇത് കൂട്ടും. അതായത് ഓടി കുറച്ച് ഇതായ വാഹനങ്ങളുടെ ഷോക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. പുതിയ വണ്ടിയാകുമ്പോൾ അതിൻ്റെ ടെൻഷൻ പിന്നെ ഓടി സെറ്റ് ആവുന്ന. കുറച്ച് പഴയ വണ്ടികളാണെങ്കിൽ നിങ്ങൾ ഇത് ഇട്ട വിത്തിൻ സെക്കൻഡിന് തന്നെ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ തന്നെ പറയും കാശ് മുതലായി എന്ന് പറയും. അങ്ങനത്തെ. അതെ, പുതിയ വണ്ടികൾക്കാകുമ്പോൾ എന്നാലും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. പക്ഷേ പുതിയ വണ്ടികൾക്കും ഇത് ഇടുന്നത് നല്ലത് തന്നെയെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോക്കിൻ്റെ ലൈഫ് അത്രയും കൂടുതൽ കിട്ടും. വണ്ടികളുടെ ലൈഫ് പോലെ തന്നെ ഷോക്കിൻ്റെ ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു വണ്ടിയുടെ ഷോക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റി ഷോക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു സാധനത്തിന് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം തന്നെ വരുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ ചെറിയ രീതിയിലുള്ള, അതായത് സിമ്പിൾ ഇൻസ്റ്റാളേഷനാണ്. നമ്മൾ ഇതാ കാണാൻ പറ്റുന്നുണ്ട്, ഇതാ ഊരിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഇതാ 2 ലോക്കാണ് 2 സൈഡിലും. സിമ്പിളായിട്ട് ഇതിനിടയിൽ കയറ്റി വെക്കുന്നത് ഏകദേശം സെൻട്രലായിട്ട് തന്നെയാണ് വെക്കുന്നത്. അതെ, ഇത് സെൻട്രലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തു എന്ന് കരുതി ഈ ഷോക്കിന് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളിത് ഇടുന്നത് ഈ ഒരു പിച്ചിൽ മാത്രമാണ് ഈ റബ്ബറിൻ്റെ ബഫർ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള സൈഡിലുള്ള പിച്ചും അതിൻ്റെ സ്പ്രിങ്ങിനും നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ വണ്ടികളുടെ ഇപ്പോൾ ഇത് ഇട്ടു എന്ന് കരുതി ഷോക്ക് കുറഞ്ഞു പോയിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരുന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് റബ്ബർ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ റോഡിലുണ്ടാകുന്ന ഈ ജർക്കിങ് കാര്യങ്ങൾ ഇത് അബ്സോർബ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്പ്രിങ്ങിന് ഒരു പരിധി വരെ ഇത് സ്പ്രിങ് വഴങ്ങി കൊടുക്കുകയും ചെയ്യും ഇത് ഇട്ടുന്ന് കരുതി. ഇതിനു മുമ്പും ഈ തരത്തിലുള്ള ഐറ്റംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ ഒക്കെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PU, അതുപോലെ തന്നെ നിയോപ്രിൻ റബ്ബർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇതിനൊക്കെ ഉള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന PU കാര്യങ്ങളൊക്കെ ഹാർഡായിട്ട് മാറും. ഹാർഡായിട്ട് മാറി കഴിയുമ്പോൾ ഈ പറയുന്ന ഷോക്കിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കിട്ടാതെ വരും. അപ്പോൾ പിന്നെ നമ്മൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇത് പിന്നെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു മരക്കഷ്ണം നടുവിൽ വെച്ച ഒരു അവസ്ഥ ഉണ്ടാവും. അതെ, മരക്കഷ്ണം നടുവിൽ വെച്ച ഒരു അവസ്ഥ ഉണ്ട്. അതൊക്കെ കുറച്ച് കാലം കഴിയും. അതെ, ഈ റബ്ബറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടഡ് റബ്ബറാണ്. നമ്മൾ തൈവാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള റബ്ബറാണ്. നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഇവിടെ ഉള്ള ഈ റബ്ബർ ട്രീയിലൊക്കെ ഉണ്ടാകുന്ന റബ്ബറല്ല. ഇത് ഒരു സ്പെഷ്യാലിറ്റി റബ്ബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അറ്റ്മോസ്ഫിയറിക് കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന
ഏജിങ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഈ റബ്ബറിന് കോണ്ടാക്ട് ഇത് വരുന്നില്ല. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റബ്ബർ ലൈഫ് ലോങ് ആണ്. ഞങ്ങൾ ഇതിന് 5 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 5 years വാറണ്ടി. ഓക്കെ, കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷത്തെ വാറണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇവർ, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇതിൻ്റെ അല്ല, സെയിം വേറെ ഇതേ തരത്തിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അവരൊന്നും ഇത്രയും വാറണ്ടി കൊടുക്കുന്നില്ല അല്ലേ? വാറണ്ടി കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ആ ഒരു വാറണ്ടി നിങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കുന്നത് 5 വർഷത്തേക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് ഇൻസ്റ്റാളേഷൻ ഇതെന്ന് വെച്ചാൽ എല്ലാ സസ്പെൻഷനും ഒരേ സൈസ് ആയിരിക്കും അതോ? ഇല്ല, അത് ഓരോ കാർ മേക്കേഴ്സും ഓരോ രീതിയിലാണ് സസ്പെൻഷൻ ചെയ്യുന്നത്. അവരുടെ സ്പ്രിങ്ങുകളുടെ ഡയലും അതിൻ്റെ ഈ കോയിലിൻ്റെ ഡയലും വ്യത്യാസം വരുന്നുണ്ട് പല 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 വണ്ടികളും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അതുകൊണ്ട് ഈ പിച്ച് ഡിസ്റ്റൻസ് പലതിൻ്റെ പല രീതികളിലായിരിക്കും. അപ്പോൾ ആ പിച്ചിനനുസരിച്ചാണ് നമ്മൾ ഓരോ ബഫറുകളും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. ഏകദേശം 7 സൈസിൽ നമ്മൾ ഈ ബഫർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഓടുന്ന എല്ലാ വണ്ടികൾക്കും സൂട്ടബിൾ ആയിരിക്കും. സൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ 7 സൈസും കയ്യിലുണ്ട്. 7 സൈസും നമ്മുടെ കയ്യിലുണ്ട്. പല സൈസിലുണ്ട്, പല ഡയമീറ്ററിൽ, പല ഹൈറ്റിൽ സൈസിൽ ഈ പ്രോഡക്റ്റ് ലഭ്യമാണ്. എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരും ഏത് വണ്ടിക്ക് ഏത് സൈസിലുള്ള എടുക്കുക എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എത്ര ഇവിടുന്ന് വിറ്റ് പോയിട്ടുണ്ടോ? അത്യാവശ്യം ഞങ്ങളിത് ഏകദേശം ഒരു 500 പീസോളം ഇപ്പം തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിത് ഒരു 3 വർഷം മുമ്പ് ചെയ്തതാണ്. എങ്കിൽ തന്നെ എൻ്റെ വണ്ടിക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 1.5 വർഷത്തോളം എൻ്റെ വണ്ടിക്ക് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല, എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് മാർക്കറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് നിങ്ങൾക്കും കൂടിയും കിട്ടണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് ഇത് മാർക്കറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നതും. ഓക്കെ, ഇതിപ്പോൾ വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് അഴിഞ്ഞു പോകാനുള്ള എന്തൊക്കെ ചാൻസോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് പുറത്തേക്ക് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആദ്യം തന്നെ നമ്മൾ ഒരു ലിഫ്റ്ററിൽ കയറ്റി വണ്ടി പൊക്കി നിർത്തും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടയറും വണ്ടിയുടെ ബോഡിയും തമ്മിൽ ടയർമേലേക്ക് വെയിറ്റ് വരുന്നില്ല. സ്പ്രിങ് മാക്സിമം ഗ്യാപ്പിലായിരിക്കും സ്പ്രിങ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ പിച്ചിൻ്റെ അളവെടുക്കും. ഈ പിച്ചിൻ്റെ അളവെടുത്തിട്ടാണ് നമ്മൾ ഈ ബഫർ സെലക്ട് ചെയ്യുന്നത്. ബഫർ സെലക്ട് ചെയ്ത് അപ്പം മാക്സിമം അളവിൽ നിന്ന് ആ സമയത്താണ് നമ്മളിത് വിത്തൗട്ട് ലോഡിൽ ആണ് അളവെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ബഫർ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇത് ഈ പിച്ചിലാണ് ഈ ബഫർ കറക്റ്റായിട്ട് സൂട്ടായിട്ട് കിടക്കും. പിന്നെ നമുക്ക് അവിടെ ഗ്യാപ്പ് അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇരുത്തുമ്പോൾ മൊത്തം ഇത് പ്രസ്സായി വരും. ഈ പിച്ച് കുറയുമ്പോൾ ഈ ബഫറിൽ ഇത് ടൈറ്റായിട്ടിരിക്കും, ലോഡായിട്ടിരിക്കും. പിന്നെ ഒരു കാരണവശാലും വണ്ടി എത്ര വലിയ കട്ടറിൽ വീണ് കഴിഞ്ഞാലും ഇത് ചാടി പോരുന്നില്ല. ഇത് കുറച്ചുകൂടി വലിയ സൈസാണ്. ഇത് കുറച്ചുകൂടി വലിയ സൈസാണ്. ഓക്കെ, മറ്റേ വാഗണർക്ക് കൊടുക്കുന്ന സൈസാണ് ഇത്. അതെ, മാരുതി സുസുക്കി വാഗണറിന്റെ സ്പ്രിങ്ങിന്റെ പിച്ച് ഡിസ്റ്റൻസ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ഡൗട്ട് വരുന്നവർക്ക് നമ്മൾ ഇവിടെ ചെറിയൊരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹോളിനകത്ത് ടൈ ബാർ വെച്ചിട്ട് 2 സൈഡിൽ സ്പ്രിങ് ആയിട്ട് ഒന്ന് കൂട്ടി ടൈ ബാർ വെച്ച് കെട്ടി. അതായത് നമ്മളിപ്പോൾ ചോദിച്ച സംശയമാണ്, ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ഊരിപ്പോരോ എന്നുള്ളൊരു ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അത്രയും ലോഡിൽ നിൽക്കായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലിയ പ്രോഡക്റ്റിന്. അപ്പോൾ ആ ഹോളിൽ നമുക്ക് ടൈ ബാർ ഇട്ട് കെട്ടി വെക്കാൻ പറ്റും അല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല, അത് ആവശ്യം വരുന്നില്ല. പിന്നെ കസ്റ്റമേഴ്സ് ഒരു ചെറിയ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നവർക്ക് മാത്രം ചെയ്തു കൊടുക്കും. അതല്ലാതെ അത് വലിയ യൂസ് ആയിട്ടും വരുന്നതല്ല, പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടെന്ന് മാത്രം. ഓക്കെ. ഇതിപ്പോൾ ഓരോ സൈസാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ടോ? പ്രൈസിങ്ങിൽ ഇപ്പം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രൈസിങ്ങിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ഫിക്സഡ് റേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 4 പീസുകൾക്ക്, അതായത് 2 സെറ്റ് ഫ്രണ്ടിലും ബാക്കിലായിട്ടുള്ള 2 സെറ്റുകൾക്കായിട്ട് 8,000 റുപ്പീസ് അത്രയാണ് പെർ വാഹനത്തിനാണ്. അത് 4 സസ്പെൻഷനും ഇങ്ങനത്തെ ഓരോ ഇത് വരും.
അപ്പോൾ ഇത് ശരിക്കും അനുഭവിച്ചറിയണം, ഇട്ട് നോക്കിയിട്ട് അനുഭവിച്ചറിയണം, അപ്പോഴേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും അല്ലേ? ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ടൊന്ന് കാണിച്ചു തരാം അല്ലേ? ഓക്കെ, വണ്ടി വെച്ച് കഴിയുമ്പോൾ ഡിസ്റ്റൻസും ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളിതാ സസ്പെൻഷൻ ഈ ഒരു കിറ്റ് ആഡ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജാക്കി വെച്ച് പൊക്കിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. എൻ്റെ വണ്ടി തന്നെയാണിത്, ഹോണ്ട അമേസ് 2015 മോഡൽ. ഇതിന്റെ അളവ് നോക്കുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ 7 സൈസ് ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7 സൈസ്. ഈ ഇതില് ഏത് അളവിലാണ് ഇത് സൂട്ടബിൾ ആവുന്നത് ആ അളവിന് കറസ്പോണ്ട് ആയിട്ട് ഇവിടെ നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറാണ് നമ്മൾ ഇതിലിടേണ്ട ബഫർ ഇൻസ്റ്റാൾ ചെയ്യാം. അതെ, ഓക്കെ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ തന്നെ നോക്കുന്നു. ഇതിപ്പോ വന്നിട്ടുള്ളത് നമ്പർ 04 ആണ്. ഓക്കെ, 04. അതെ, അപ്പൊ 04 ആണ് നമ്മൾ ഇതിലിടേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെ. അപ്പൊ ഫ്രണ്ടിലെ 2 വീലിനും 04 ആണ് ഇടേണ്ടത്. ബാക്കിലെ വീലിന്റെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ ശേഷം ഇതിപ്പോ നമ്മൾ ചെയ്ത് സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യണേ ചെയ്തത്. ഓക്കെ, അതായത് സോപ്പ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ചെറിയൊരു എളുപ്പമുണ്ടാവും, ഈസി ആയിരിക്കും. ഈ സോപ്പ് സൊല്യൂഷൻ റബ്ബറിനെ സംബന്ധിച്ചും പ്രശ്നങ്ങളില്ല, സ്പ്രിങ്ങിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല. അപ്പൊ നമ്മൾ ഈസി ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടാണ് സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഗ്രൂവിലും സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യണം, അതുപോലെ സ്പ്രിങ്ങും പോയി സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യണം. അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം രണ്ടും ഇത് ചെയ്തിട്ടുണ്ട്, സ്മൂത്തായിട്ട് കയറി പോകാൻ വേണ്ടിയാണ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാണ് അവർ. ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറി കഴിഞ്ഞു, കറക്റ്റ് സീറ്റായി കഴിഞ്ഞു അവിടെ. അല്ല, സീറ്റായില്ല ബ്രോ? സീറ്റായി, കറക്റ്റ് സൈസാണ് നമ്മുടെ വണ്ടിയുടെ. സീറ്റായി കഴിഞ്ഞു. ഫ്രണ്ട് റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഇത് സീറ്റായി കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ ഒരു ജോയിൻ ഒന്ന് കാണിക്കോ തിരിച്ചിട്ട്? ഈ ജോയിന്റ് വരുന്ന ഭാഗമല്ലേ ശരിക്കും ഈ ഒരു ഗ്യാപ്പ് വേണം. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക അല്ലേ? ഓക്കെ, ഇവിടെ അപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ വളരെ ഈസി ഇൻസ്റ്റലേഷൻ ആണ്. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട്, കുറച്ചും കൂടി എക്സ്പെർട്ട് ഉള്ള ആളുകൾക്ക് ഒരു 4-5 മിനിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാം. ഇത് അഴിക്കോ പിടിക്കോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് തിരിച്ച് റിമൂവ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കഴിയും. അതെ, 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 അത്രേ ഉള്ളൂ. പക്ഷേ കുറച്ച് എക്സ്പെർട്ട് അല്ലാത്തവർക്കായാലും ഇത് പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും, അധികം സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ. എക്സ്പെർട്ട് അല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാൻ പറ്റും. എക്സ്പെർട്ട് ആയവർക്ക് ഇപ്പോൾ പെട്ടെന്ന് 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മളിതാ ഇപ്പോൾ ബാക്ക് സൈഡിൽ ചെയ്യാൻ പോവാണ്. ഒന്ന് റാമ്പിലേക്ക് കയറ്റിയിട്ട് വണ്ടി ഇതിപ്പോൾ പുറകെ ചെയ്യാൻ പോവാണ്. ഇവർ പുറകിൽ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരുന്നു അല്ലേ? ഇത് ഓവർലാപ്പ് നോക്കാം. അത് നമുക്കത് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഓരോ വണ്ടികളുടെയും മാനുഫാക്ചറിങ് വ്യത്യാസമുണ്ട്. സംഭവം വെച്ചാൽ ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് വെച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫ്രണ്ടിലിട്ടപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ഇനി ഇതിങ്ങനെ ഓവർലാപ്പായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബഫറിന്റെ ആക്ഷനും ഇല്ലാതെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കും. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി പുറകിലത്തെ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 4 ഷോക്കിൽ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പുറകിൽ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓവർലാപ്പ് വന്നുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു. ഫ്രണ്ടിൽ കറക്റ്റ് സ്യൂട്ടായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കമ്പനികൾക്കും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ലേ ഷോക്കിൽ? ഓരോ കമ്പനികളുടെ സ്പ്രിങ്ങിൻ്റെ ഓടിയിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നത് അല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇത് ഓടിച്ച് നോക്കിയിട്ടുള്ള ഒരു റിവ്യൂ അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഒരു റിവ്യൂ. അതേപോലെ തന്നെ ഇത് ഒരു കാരണവശാലും ഒന്നും ആവില്ലല്ലോ? ഇല്ലില്ല. ഇത്
ഇത് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഇതിന്റെ റബ്ബറിന്റെ പ്രത്യേകതകളെ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ലോങ് ലൈഫാണ്. എനിക്ക് വേറൊരു അഡ്വൈസ് ചെയ്യാനുള്ളത്, ഇത് ഇന്നിപ്പിട്ട് ഒരു 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് അഴിച്ചെടുത്ത് നോക്കിയാലും ഇതേ ക്വാളിറ്റിയും കാര്യങ്ങളും അപ്പോഴും ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ, ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ഇത്തിരി സോപ്പ് വാട്ടറിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടീഷനിലുള്ള പുത്തൻ പീസ് തന്നെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും മാറില്ല, ഒരു വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഇത് ഓടിച്ചിട്ടുള്ള റിവ്യൂവും കൂടെ ഞാൻ ചേർത്തിട്ടാണ് വീഡിയോ ഇടാൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസ് എടുക്കണമെങ്കിൽ സ്വാഗതം ചെയ്യാം. നല്ല കട്ടറുള്ള വഴി കൂടെ ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഞാൻ പറയാണ്, സജസ്റ്റ് ചെയ്യണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇത് ഇട്ടതിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്. ഇപ്പോൾ ഇതുവരെയുള്ള ഈ വണ്ടിയുടെ സസ്പെൻഷൻ്റെ അവസ്ഥ എനിക്ക് ശരിക്കും അറിയാം, എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട്. അത് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് എന്തെങ്കിലും മാറ്റേണ്ട എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് ഞാൻ കറക്റ്റ് വീഡിയോ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂം ഫ്രാഞ്ചൈസ് കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ ഡീലറാണിത്, ജോളി ചേട്ടൻ. പോപ്പുലർ ട്രെയിനിങ്സ് ആണ് ഷോറൂമിൻ്റെ പേര് വരുന്നത്. പെരുമ്പോൾ ഞാനാണ് കേരളത്തിലെ മാർക്കറ്റിംഗ് മൊത്തം ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ഞാൻ മറ്റേ എല്ലാ ജില്ലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അവർക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ. അവരത് എല്ലാ ജില്ലകളിലും അവർ കൊടുത്തോളും. ഓക്കെ. ഇപ്പോൾ ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ കോൺടാക്ട് ചെയ്താൽ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രോഡക്റ്റ് വാങ്ങാനും എല്ലാത്തിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പിൽ ആരെങ്കിലും കാർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നമ്മുടെ സസ്പെൻഷൻ, നമ്മുടെ റോഡുകൾ അങ്ങനത്തെയാണ്. അപ്പോൾ നമ്മുടെ റോഡിൽ നമ്മുടെ സസ്പെൻഷൻ സേഫ് ആയിരിക്കാൻ ഉള്ളൊരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂവും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 2 മാസം മുന്നെയാണ് ആ ഒരു നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഞാൻ അത്രയും ഓടിച്ച് കഴിഞ്ഞു വണ്ടി. ഇപ്പം ഏകദേശം ഒരു 3000 കിലോമീറ്ററോളം ഏകദേശം വണ്ടി ഓടിയിട്ടുണ്ട്. അതും അങ്ങനത്തെ റോഡുകളിലാണ്, ലോങ് ഡ്രൈവാണ്, കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിലാണ്. എനിക്ക് ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പോകുമ്പോൾ എടുത്ത് ആ ഒരു അടി വരുന്നില്ല വണ്ടിയിൽ, ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോണ്ട അമേസാണ് വണ്ടി, അമേസാണ്. അപ്പോൾ ഓരോ വണ്ടിയിലും എങ്ങനെയാണെന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എനിക്ക് ആകെ ഒരു കൺസേൺ ഉണ്ടായിരുന്ന ആ ഒരു ഇത് അഴിഞ്ഞു പോകുന്നുള്ളതാണ്, ഊരി പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അടുത്ത വണ്ടി അണ്ടർ ബോഡി വാഷ് ചെയ്തപ്പോൾ പൊക്കി നോക്കിയപ്പോൾ 4 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഇപ്പോൾ പേടിയില്ല. ഓടിക്കുമ്പോഴും ആ ഒരു കംഫർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക്, നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിന് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിൽ. തീരെ പണി വന്ന സസ്പെൻഷനിൽ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്ററാണെന്ന് തോന്നുന്നു. എൻ്റെ വണ്ടിയും സസ്പെൻഷനൊന്നും മാറ്റിയിട്ടില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ആ ഒരു കിട്ടുന്നുണ്ട്, ആ ഒരു സുഖം കിട്ടുന്നുണ്ട്. കുണ്ടും കുഴിയിലൊക്കെ പോകുമ്പോൾ ശരിക്കും ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറന്നു വരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്. കാരണം എന്താ വെച്ചാൽ 6 ലക്ഷം ആവാനായി നമ്മുടെ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇനി ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.